ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിലെ പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയുടെ ഖബറടക്കം ഇന്ന് നടക്കും. തിരുവല്ല സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിലാണ് സംസ്കാര ചടങ്ങുകൾ. നിതിൻ പ്രഭാകറുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നിതിൻ, അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയുടെ ഖബറടക്ക ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എപ്പോഴാണ് ചടങ്ങുകൾ നടക്കുന്നത്? ഭദ്ര, അന്തരിച്ച ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ KP യോഹന്നാൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. ഇതിൻ്റെ അവസാനഘട്ട ശുശ്രൂഷ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ഖബറടക്ക ചടങ്ങുകൾ നടക്കുക. ഈ മാസം 8-നാണ് അമേരിക്കയിൽ ഒരു വാഹനാപകടത്തിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നതും മരണം സംഭവിക്കുന്നതും. പ്രഭാത നടത്തത്തിനിടെയായിരുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു ദാരുണമായ അപകടം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിച്ച മൃതദേഹം വിലാപയാത്രയായാണ് സഭാ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയത്. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ, മത, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി സഭാ ആസ്ഥാനത്തും പൊതുദർശനത്തിന് വെച്ച ഇടങ്ങളിലും എത്തിയിരുന്നു. ഔദ്യോഗിക ബഹുമതികളോടുകൂടി, സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ഖബറടക്ക ചടങ്ങുകൾ നടക്കുക. അല്പസമയത്തിനകം തന്നെ ഖബറടക്കം നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അവസാനഘട്ട ശുശ്രൂഷ ചടങ്ങുകളാണ് നടക്കുന്നത്. 8 ഘട്ടങ്ങളായാണ് ഈ ശുശ്രൂഷ ചടങ്ങുകൾ ഈ സഭയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ആദ്യഘട്ട ശുശ്രൂഷ ചടങ്ങുകൾ അമേരിക്കയിൽ തന്നെ നടന്നിരുന്നു. ബാക്കിയുള്ള 7 ഘട്ട ശുശ്രൂഷ ചടങ്ങുകളാണ് ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനത്ത് അടക്കം നടക്കുന്നത്. ഇതിൻ്റെ അവസാനഘട്ട ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഖബറടക്ക ചടങ്ങുകൾ ആരംഭിക്കും. ഭദ്ര. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ പ്രഭാകരൻ. ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസിലെ അതിജീവിത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ വനിതാ കമ്മീഷന്റെ ഇടപെടൽ. കുറ്റമറ്റ അന്വേഷണം നടത്തണമെന്ന സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു.